പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമന്റ് ബോക്സിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇവാൻ യുക്കോമാനോവിച്ച് തിരികെ വരുമോ എന്നുള്ളത്. ഇവാൻ യുക്കോമാനോവിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റും തമ്മിൽ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഈയിടയ്ക്ക് തന്നെ നിഖിലാവട്ടെ അനാവശ്യമായിട്ടായിരുന്നു ഇവാൻ യുക്കോമാനോവിച്ചിന്റെ പേരെല്ലാം വലിച്ചഴച്ചത്. എന്തായാലും ഡേവിഡ് കാത്തലയ്ക്ക് പകരമായിട്ട് ഇവാൻ യുക്കോമാനോവിച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും തിരികെ കൊണ്ടുവരില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവാൻ യുക്കോമാനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വരണമെന്നുള്ളത്. ഇവാൻ യുക്കോമാനോവിച്ച് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ പകരക്കാരനെ കണ്ടെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനുശേഷം വന്ന എല്ലാ കോച്ചുകളും വലിയ പരാജയം തന്നെയായിരുന്നു. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് ഇവാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വരാൻ താൻ എപ്പോഴും തയ്യാറാണ് എന്നായിരുന്നു ഇവാന്റെ മറുപടി. എന്നാൽ മാനേജ്മെന്റ് ആവട്ടെ അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ പോലും ശ്രമിക്കുന്നില്ല. എന്തായാലും ഇവാൻ യുക്കോമാനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വരില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. മറ്റൊരു കാര്യം, കോച്ച് ഡേവിഡ് കാത്തലയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. മനോരമ ഇപ്പോൾ ഡേവിഡ് കാത്തലയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ മനോരമയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഡേവിഡ് കാത്തല ഇന്ത്യ വിട്ട് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ നടപടികളും പൂർത്തിയായി എന്നും അദ്ദേഹം സ്പെയിനിലേക്ക് മടങ്ങിയെന്നുമാണ് മനോരമയുടെ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതോടെ ഡേവിഡ് കാത്തല കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ട് പോയി എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ഡേവിഡ് കാത്തലയ്ക്ക് പകരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആഷ്ലി വെസ്റ്റ്വുഡിനെയാണ്. ആഷ്ലി വെസ്റ്റ്വുഡുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മനോരമയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ആ ഒരു ഡീൽ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇനിയും ചില കാര്യങ്ങൾ പെൻഡിങ്ങിലാണ്. അതുകൊണ്ടാണ് ആ ഒരു പ്രഖ്യാപനത്തിന് ഇത്ര ഡിലേ വരുന്നത്. എന്തായാലും കോച്ച് ഡേവിഡ് കാത്തല ഇന്ത്യ വിട്ടു പോയിട്ടുണ്ട് എന്നാണ് മനോരമയുടെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വളരെ ദയനീയ പ്രകടനമായിരുന്നു ഡേവിഡ് കാത്തലയുടെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. ഡേവിഡ് കാത്തലയുടെ കീഴിൽ ISLൽ ഒരു വിജയം പോലും കണ്ടെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഒരു കോച്ചിന്റെ പ്രഖ്യാപനത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.